അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു മഹല്ലത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദാണ്. അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം എന്നോട് പറഞ്ഞു. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വലിയ പെരുന്നാളിന് ഉളുഹിയ്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്ലാസ്, ജുമാക്ക് ശേഷം കുറഞ്ഞ സമയം അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉളുഹിയ്യത്തിൻ്റെ മാംസം നമ്മുടെ നാട്ടിലുള്ള വഹാബി പുത്തൻവാദികളായ ആളുകൾക്ക് ആ മാംസം, നമ്മളറുത്ത മാംസം നമുക്ക് കൊടുക്കാൻ പാടില്ല, അവരറുത്തത് നമുക്ക് വാങ്ങാനും പാടില്ല, ഇതാണ് നിയമം എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം സിമ്പിളാണ്, അവരുടെ കണ്ണിൽ നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണ്, ഷിർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ യഥാർത്ഥ മുസ്ലിം അല്ല. ഇനി അങ്ങനെ ഒരു വിശ്വാസമുള്ള അവർക്ക് നമ്മളിത് കൊടുക്കും വേണ്ട, അവരിൽ നിന്ന് സ്വീകരിക്കുകയും വേണ്ട. കാര്യം വളരെ സിമ്പിളാണ്. ഈ ഒരു വിഷയം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരുപാട് ആളുകൾ ആ ഉസ്താദിനെ ചോദ്യം ചെയ്തു. ഉസ്താദ് പറഞ്ഞു ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദിൻ്റെ മേൽ കുതിര കയറാൻ തുടങ്ങി. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഉസ്താദ് അവിടുന്ന് പോകുകയും ചെയ്തു. ഈ രൂപത്തിൽ ഒരു നാട്ടിലെ ഒരു ഉസ്താദിനെ വെക്കുന്നത് ദീന് പറഞ്ഞു കൊടുക്കാനാണ്. യഥാർത്ഥ ദീൻ അതിൻ്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ നാട്ടിലുള്ള ആളുകൾ ശമ്പളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഉസ്താദിനെ വെച്ചിട്ട് ഉസ്താദ് പറയുന്ന കാര്യം പറഞ്ഞു കൊടുത്ത് തിരുത്തുന്നത് ആരാണ്? സാധാരണക്കാരായ ആളുകൾ, ഒരു വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ. 8-10 വർഷം പഠിച്ച് ഇറങ്ങി ജോലി ചെയ്യുന്ന ഉസ്താദിനെ തിരുത്തുന്നത് സാധാരണക്കാരായ ആളുകളാണ്. ഈ രൂപത്തിൽ നമ്മുടെ നാടുകളിൽ മിക്ക സ്ഥലങ്ങളിലും ഈ രൂപത്തിലേക്ക് ആളുകളുടെ ചിന്താഗതി മാറിയിട്ടുണ്ട്. ഉസ്താദിനൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, ഒരു നിയമം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഉസ്താദുമാരെത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഇങ്ങനെയുള്ള ചിന്താഗതി, ഉസ്താദ് പറയുന്ന നിയമങ്ങളൊന്നും ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരി എന്ന രൂപത്തിലേക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മുടെ ആളുകളുടെ അവസ്ഥ? ദീനിന് കുഴപ്പമൊന്നും പറ്റില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഉസ്താദുമാരുടെ എതിർത്ത് ഉസ്താദുമാരെ കണ്ട് നിലക്ക് നിർത്തി കഴിഞ്ഞാൽ ദീന് വിടാണ്ട് ഇല്ലാതായി പോകും. അങ്ങനെ ഒരു ചിന്ത ആർക്കും വേണ്ട. കാരണം ദീനിൻ്റെ എല്ലാ സംരക്ഷണവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ രൂപത്തിലേക്ക് നമ്മുടെ നാടുകളിലൊക്കെ മാറിക്കഴിഞ്ഞു. ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ വരെ ആളുകൾ തയ്യാറാകുന്നു. ഇതിനൊക്കെ കാരണം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പോലും അറിയാതെ നിരീശ്വരവാദം, യുക്തിവാദം, ലിബറലിസമൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ്. ഒരു നിയമം പറഞ്ഞു കൊടുത്താൽ അത് കിതാബിലുള്ള നിയമമാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദിൻ്റെ വകയായിട്ടല്ല പറയുന്നത്, ഉസ്താദ് പഠിച്ച് കിതാബിലുള്ള കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നേരത്തെ വലിയ പെരുന്നാളിൻ്റെ നിയമം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ പല വിഷയങ്ങളിലും പല നാടുകളിലും ഉസ്താദുമാരെ കുതിര കയറുന്ന നാട്ടുകാരായ സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, നമ്മളറിയാതെ നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ യുക്തിവാദം കടന്നുകൂടുന്നുണ്ട്, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണ്. ഒരു മുസ്ലിം പേരിട്ടതുകൊണ്ടോ 5 നേരം നിസ്കരിച്ചതുകൊണ്ടോ മക്കളെ മദ്രസയിലേക്ക് വിട്ടതുകൊണ്ടോ ഒന്നും ഒരാൾ യഥാർത്ഥ മുസ്ലിമാണെന്ന് പറയാൻ കഴിയില്ല. നിയമങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. ഇസ്ലാമിൻ്റെ നിയമം ഇന്നതാണ്, അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുന്നു, അതല്ലെങ്കിൽ ആ നിയമം നമ്മൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം. നിയമമായിട്ട് തന്നെ നമ്മൾ കാണണം. അത് പറഞ്ഞു തരുന്ന സമയത്ത് അത് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അതിനെ ധിക്കരിക്കാനും അതിനെ കളിയാക്കാനും ചോദ്യം ചെയ്യാനും ഒരിക്കലും നമ്മൾ നിൽക്കാൻ പാടില്ല. ഈ ഒരു രൂപത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആഖിബത്ത് മോശമാകും, നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് വിശ്വാസം എന്നുള്ളത്, നഷ്ടപ്പെടും. ഇത് ഒരു ഉസ്താദിനെ വിമർശിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ഉസ്താദിനെ വിമർശിക്കാൻ നിൽക്കുന്നിടത്താണ്, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഉസ്താദുമാർ തമ്മിൽ ചിലപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അതവർ പറയുന്ന രൂപത്തിൽ അവർ പറയും, അത് ഉസ്താദുമാർ തമ്മിലുള്ള പ്രശ്നമാണ്. അതിനിടയിലേക്ക് ഒരിക്കലും സാധാരണക്കാരായ ആളുകൾ അതിനെ തിരിഞ്ഞു നിന്നിട്ട് ചോദ്യം ചെയ്യാനും അതിനെ എതിർക്കാനും അതിനെ വെല്ലുവിളിക്കാനും കളിയാക്കാനും നിൽക്കുന്നത് ശരിയായ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഥാർത്ഥ ദീന് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.